Watch full episodes on Jio Hotstar. ആ റോബോട്ടിനെ എങ്ങനെയാലും കണ്ടുപിടിക്കണം. ഈ പേടറാം എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നത്? പേടറാം, താനാ മദ്യപാനി എവിടെയെങ്കിലും കണ്ടിരുന്നോ? ഒരു പെടുത്തലല്ലോ. ഇവൻ ഒറിജിനൽ ലഡ്ഡൂസിക് ആണോ അതോ ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്? ഞാൻ ഏതായാലും പാസ്വേഡ് ചോദിക്കട്ടെ. ചൂട് പാല്. എടോ പേടറാം, തനിക്ക് ഇപ്പോഴാണോ ചൂട് പാല് വേണ്ടത്? ശിവേനെ കുറിച്ച് വല്ല വിവരം കിട്ടിയോ? അവനിപ്പോ എവിടെയാണ്? ചൂട് പാല്. പേടറാം, ശിവയുടെ ജീവൻ തന്നെ പാപത്തിലാണ്. ഇപ്പോഴാണ് നിനക്ക് ചൂട് പാല് വേണ്ടത്. നിനക്കത് എന്താ പറ്റിയത്? വേണ്ട, നീ എന്താ കാണിക്കട്ടെ? ശരി ശരി, ഞാൻ നിനക്ക് ചൂട് പാല് കൊണ്ടുവരാം. എടോ താൻ എന്തിനാ പിന്നെ എന്നെ ഇങ്ങനെ തല്ലുന്നേ? പാല് കിട്ടാതെ ഒരു മനുഷ്യനെ എങ്ങനെ തല്ലോ? പേടറാം, ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ എന്റെ പേര് കേട്ട കള്ളന്മാരെ മുട്ടുകാലി വരയ്ക്കും. പക്ഷെ താൻ തന്റെ ഈ സീനിയറിനെ തല്ലാൻ നോക്കുകയാണോ? എന്താ സാറ് ഒറിജിനൽ തന്നെയാണല്ലോ. ക്ഷമിക്കണം സാറ്, പക്ഷെ സാറല്ലേ കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞിരുന്നേ എപ്പ കണ്ടുമുട്ടുമ്പോഴും കൺഫേം ചെയ്യാൻ വേണ്ടി പാസ്വേഡ് പറയണമെന്ന്. ഞാൻ സാറിനോട് പറയും ചൂട് പാല്, അപ്പൊ സാർ എന്നോട് പറയും ജിലേബിന്ന്. പേടറാം, ഈ പാസ്വേഡിന്റെ പേര് പറഞ്ഞ് താൻ എന്നെ തല്ലി എന്റെ മോന്ത്ര ഷേപ്പ് തന്നെ മാറ്റിയല്ലോ. ഇനി തൊട്ട് നമ്മൾ ഏതെങ്കിലും എളുപ്പത്തിലുള്ള പാസ്വേഡ് തന്നെ വെക്കാം. അതായത് നമ്മൾ രണ്ടുപേരും നമ്മുടെ പേര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് വെക്കാം. എന്നാ സാറ് പറഞ്ഞ പഴയ പാസ്വേഡ് ഞാൻ ഇപ്പൊ തന്നെ എന്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്കാം. ഞാൻ തന്നോട് തന്റെ പേര് ചോദിക്കും, അപ്പൊ താൻ എന്റെ പേര് പറയണം. അപ്പൊ താൻ എന്നോട് എന്റെ പേര് ചോദിക്കണം. ഉടനെ ഞാൻ മറുപടി പറയും പേടാറാം. കലക്കി സാറേ, ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള പാസ്വേഡ് ആണല്ലോ. എന്നോട് ചോദിക്കുമ്പോ ഞാൻ സാറിന്റെ പേര് പറയും, സാറ് എന്റെ പേരും. ശിവ, ആ റോബോട്ടിക്സിനെ പിടിക്കാനായിട്ട് നീ എന്തെങ്കിലും തന്ത്രം ആലോചിച്ചോ? ഇല്ല രേവ, ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്. അതിനെങ്ങനെ പിടിക്കണമെന്ന് ആലോചിച്ചു. സിറ്റിയിലെ റോബോട്ടുമായി ഫൈറ്റ് ചെയ്താൽ നഗരത്തിലുള്ള ജനങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ശിവ, നീ കുറച്ചു ദിവസം എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നതാ നല്ലത്. അത് ഏലിയനാ. നിന്നെ അന്വേഷിച്ച് കാണാതാവുമ്പോണ്ടല്ലോ അത് അതിന്റെ പ്ലാനറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. ശിവ, ഈ പേടിത്തൊണ്ടന്റെ വാക്ക് കേൾക്കല്ലേട്ടോ. ഒരു ദിവസം ഞങ്ങളുടെ ഗ്രാമത്തിൽ എന്റെ കൂട്ടുകാരൊത്ത് ഞാൻ മീൻ പിടിക്കാൻ പോയിരുന്നു. കൂട്ടുകാരൊക്കെ ഒരുപാട് ശ്രമിച്ചു. അവർക്ക് പക്ഷെ ഒരു മീനിനെ പോലും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഒരു ഐഡിയ ഒപ്പിച്ചു. അതായത് വെള്ളം കുറച്ചുള്ള സ്ഥലത്ത് ചെളിമണ്ണ് കൊണ്ടൊരു കുഴിയുണ്ടാക്കി. അതിനുശേഷം ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾക്കറിയോ? കുറച്ചു ദൂരം വെള്ളത്തിന്റെ അപ്പുറത്തേക്ക് വിട്ട് കൈയിട്ട് വെള്ളം നല്ലോണം ഇറക്കി. ആ ശബ്ദവും അനക്കവും കേട്ട് മീനുകളൊക്കെ ഇപ്പുറത്തേക്ക് ഓടി വന്ന് ആ ചെളിക്കുണ്ടില് വീണു. വിളമ്പൽ രാജാവേ, നീ ഇപ്പോൾ എനിക്ക് നല്ല ബ്രില്യന്റ് ഐഡിയ തന്നത്. ഐഡിയോ? എന്താ ഐഡിയ? പക്ഷേ ഇത് മീൻ പിടിക്കലല്ലോ, റോബോട്ട് എക്സിനല്ലേ നമ്മൾ പിടിക്കേണ്ടത്. എന്തായാലും നീ തന്നത് നല്ലൊരു ഐഡിയ ആണ്. ശബ്ദം കേട്ട മീനുകൾ വേറെ വഴിക്ക് ഓടിപ്പോയെന്ന് നീ പറഞ്ഞില്ലേ? എന്നിട്ട് അവ വലയിൽ കുടുങ്ങുകയും ചെയ്തു. അതുപോലെ ആ റോബോട്ട് എക്സിനെയും വേറൊരു വഴിയിൽ എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാലേ അതിനെ ട്രാപ്പ് ചെയ്യാൻ സാധിക്കൂ. യെസ് രേവ, യു ആർ റൈറ്റ്. താങ്ക് യു ആദി. ഐ ഹാവ് an മുത്തശ്ശൻ എങ്ങോട്ടേലും പോവാണോ? കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ഡ്രോപ്പ് ചെയ്തോളാം. ഞാൻ എവിടെ പോകാനാ? ശിവയെ അന്വേഷിച്ചോണ്ടിരിക്കയാ. എനിക്ക് അവനെ ഉടനെ കണ്ടെത്തേണ്ടതുണ്ട്. എന്റെ മുത്തശ്ശൻ വെറുതെ വിഷമിക്കണ്ടേ. ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. കേറിക്കോളൂ, ഞാൻ മുത്തശ്ശനെ ശിവന്റെ അടുത്ത് കൊണ്ടുപോയി വിട്ടോളാം.
മുത്തശ്ശൻ ഇവിടെ വന്നിരിക്കുന്നേ? എന്താ മുത്തശ്ശൻ ഇവിടെയോ? മുത്തശ്ശ, എന്തായാലും ഇവിടേക്ക് വന്നത് നന്നായി. ഞാൻ താഴേക്ക് വരാം. നീ അവിടെ തന്നെ നിന്നാ മതി ശിവ, ഞാൻ മുകളിലോട്ട് വരാം. മുത്തശ്ശ സൂക്ഷിക്കണേ, വഴുതി വീഴാൻ സാധ്യതയുണ്ട്. അത് കലക്കി. ശിവ, തന്റെ മുത്തശ്ശനെ ഏതായാലും സമ്മതിക്കണം കേട്ടോ. ഈ പ്രായത്തിലും അദ്ദേഹത്തിന് എന്തൊരു ശക്തിയാണല്ലേ. No, no, ഇത് മുത്തശ്ശനെ അല്ല. Everybody, run. ഇത് റോബോടെക്സ് ആണ്. ശിവ, എന്തിനാണ് ഓടിപ്പോകുന്നത്? എനിക്ക് വേണ്ടി ഒന്ന് നിൽക്കൂ. എനിക്ക് വയസ്സൊക്കെ ആയില്ലേ മോനെ, നിന്റെ ഒപ്പം വേഗം നടന്നു വരാനൊക്കെ എനിക്ക് ആകുമോ? വെറുതെ ഇരിക്കും റോബോടെക്സ്. നിനക്ക് എത്രമാത്രം ശക്തിയുണ്ടെന്ന് എനിക്ക് നേരത്തെ അറിയാം. ശിവ, സൂക്ഷിക്കണേ, മുന്നോട്ട് ചതിക്കുഴിയുണ്ട്. യു ഡോണ്ട് വറി ദേവ. അത് അറിഞ്ഞത് കൊണ്ടാണ് ഈ വഴിക്ക് ഞാൻ റോബോട്ടിനെ കൊണ്ടുവരുന്നത്. മുത്തശ്ശി, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ പെട്ടെന്ന് തരൂ. മുത്തശ്ശി, മുത്തശ്ശ, ഭീം സിംഗ്, എല്ലാരും പെട്ടെന്ന് എവിടേക്കാ പോയത്? മുത്തശ്ശ, മുത്തശ്ശി, ഭീം സിംഗ്, നിങ്ങൾ ആരെങ്ങനെ കെട്ടിയിട്ടത്? നീയോ? അല്ല, നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? I am Robotex. എന്നെ ആർക്കും നശിപ്പിക്കാൻ കഴിയില്ല. I am 30th century Robotex. Nobody can destroy me. ഇനി നിനക്ക് നിന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ വേണമെന്നുണ്ടെങ്കിൽ come with me. ഞാൻ നിന്റെ കൂടെ വരാൻ റെഡിയാണ്. ഇവരെ വെറുതെ വിട്ടേക്കൂ. ദേ, അത് കണ്ടോ, ശിവയും കൊണ്ട് പോകുന്നു. വരൂ, നമുക്ക് സഹായിക്കാം. എന്റെ പിടനല്ലേ പറഞ്ഞത്? Leader Mad X wants to meet you. നീ തന്നെയാണ് ശിവ. 20 വർഷം കഴിഞ്ഞ് നീ എന്നെ കൊല്ലുന്നതായിരിക്കും. അല്ല, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയാം. പിന്നെ ഞാൻ എന്തിനാ നിങ്ങളെ കൊല്ലാൻ പോകുന്നത്? ഇന്ന് നിനക്ക് എന്നെ മനസ്സിലായില്ലെങ്കിലും 20 വർഷം കഴിഞ്ഞ് തീർച്ചയായിട്ടും നിനക്ക് എന്നെ മനസ്സിലാവും. അന്ന് എന്നെ നീ കൊല്ലും. അതുവരെ എനിക്ക് കാത്തിരിക്കാൻ സാധ്യമല്ല. റോബോടെക്സ്, ശിവയെ കൊന്നുകളഞ്ഞേക്കൂ. Yes, leader. വേഗം. Shiva will be finished. എന്റെ സൈക്കിൾ.
ഞങ്ങളും കൂടി സഹായിച്ചേര്. നിനക്ക് മാത്രമാണല്ലോ അവൻ താങ്ക്സ് പറഞ്ഞത്. ഇത് ശരിയല്ലേട്ടോ. ഉണ്ടല്ലോ. ഹലോ, ആ ശിവ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ ലഡു സിംഗ് സർ, ശിവയ്ക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ രേവയെ സംസാരിക്കുന്നേ. ശിവ ഇവിടെ ജോലി ചെയ്തോണ്ടിരിക്കാണ്. റോബോട്ട് ഫ്രീ ആയി ഞാൻ വന്നോളാം. നിൽക്കൂ, സൂക്ഷിച്ച് ക്രോസ് ചെയ്യാൻ നോക്കൂ, അല്ലെങ്കിൽ ലേസർ പെട്ട് എല്ലാരും കൂടി അപകടത്തിലാകും. എല്ലാവരും പെട്ടെന്ന് വിളിക്കാൻ നോക്ക്. ശിവ, നീ വെറുതെ ഓടി ഒളിക്കുകയാണ്. രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് ശിവ. മിണ്ടൽ അത് വന്നിട്ടുണ്ട്. I am coming, Shiva. ശിവ, മുത്തശ്ശന്റെ പാട്ട് കേട്ട് അത് സഹിക്കാൻ പറ്റാതെ അവൻ അവിടുന്ന് വേഗം രക്ഷപ്പെട്ട് കളഞ്ഞു. വന്നേ, നമുക്കും അതുപോലൊരു പാട്ട് പാടി അവനെ കേൾപ്പിക്കാന്നേ. ഗുഡ് ഐഡിയ. റോബോട്ട് അളഞ്ഞളഞ്ഞ് ഓടിപ്പോയെന്ന് തോന്നുന്നു. കണ്ടല്ലോ, ഈ ലഡ്ഡു സിംഗിന്റെ ബുദ്ധി എങ്ങനെയുണ്ടെന്ന്. ഈ ലഡ്ഡു സിംഗിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ലഡ്ഡു സിംഗ് സാറേ, ഞങ്ങളെ വല്ലാതെ കുടുക്കിയല്ലോ. ഇതാ കണ്ടില്ലേ, അത് അകത്തേക്ക് വരുന്നു. ഈ റൂമിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി എവിടെയെങ്കിലും കാണാതിരിക്കില്ല. എല്ലാരും ഒന്ന് അന്വേഷിക്കാം. എവിടെയും വഴിയില്ല. ശിവ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? അത് റോബോട്ടായി മാറി. വേഗാവട്ടെ. എല്ലാവരും എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കൂ. വെരി ഗുഡ്. ഇനി ആ ഡോർ തുറന്ന് അതിന് വരാൻ കഴിയില്ല. ഓഹോ, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യാ? നമ്മളൊരു വലിയ പൊല്ലാപ്പിൽ തന്നെയാ വന്ന് കുടുങ്ങിയിരിക്കുന്നത്. നമുക്കിനി പുറത്തേക്ക് പോവാൻ സാധിക്കില്ല, അകത്തേക്ക് പോവാൻ പറ്റൂല. എന്തൊക്കെയായാലും ശരി, മേലാൽ എന്നോട് പാടം പണിയിരുത്തി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുന്ന് രക്ഷപ്പെടാൻ നമുക്ക് യാതൊരു വഴിയില്ലാന്ന്. ശിവ, നിന്നോടൊപ്പം ജോലി ചെയ്യുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാ. നീ ഇന്ന് വരെ എത്ര ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണെങ്കിലും എന്നെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് നിനക്കൊരു സഹായം ആവശ്യം വേണ്ടി വരുമ്പോ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ശിവ. എന്നോട് ക്ഷമിക്കണം ശിവ. ലഡ്ഡു സിംഗ് സാറേ, നിങ്ങൾ ഒരു പോലീസ് ഓഫീസറായിട്ട് ഇങ്ങനെ തോൽവി സമ്മതിച്ചാലോ? നമുക്ക് ഒന്നും സംഭവിക്കില്ല എന്നേ. എപ്പോഴും നമ്മൾ ഒറ്റക്കെട്ടായി നിന്നല്ലേ പല അപകടങ്ങളും തരണം ചെയ്തിട്ടുള്ളത്. റേവോ ഈസ് റൈറ്റ്.
Come on. ഇന്ന് നിന്റെ വളരെ അത്യാവശ്യം ഞങ്ങൾക്കുണ്ട്. Don't let me down. Come on, cycle. Please. Come. ശിവ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നു. നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ലേ ശിവ? രക്ഷിക്കണേ, അത് പുറകെ വന്നോണ്ടിരിക്കുകയാണല്ലോ. രക്ഷിക്കണേ. ശിവ ശരിക്കൊരു പാഠം പഠിപ്പിച്ചു. യുഡി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. അത് വീണ്ടും വരും. ലഡു സിംഗ് സാറേ, നിങ്ങൾ എല്ലാവരെയും കയറ്റിക്കൊണ്ട് സൈക്കിൾ ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ശരിയാവില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇറങ്ങൂ. ശിവ, all the best. Take care. I will be okay. Bye, ശിവ. ഏയ് കുട്ടി, റോബോട്ട് എക്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. Come on. കുട്ടിയെന്ന് വിളിക്കരുത് റോബോട്ടിക് അങ്കിൾ. ശിവ എന്നാണ് എന്റെ പേര്. എങ്ങനെങ്കിലും ആ റോബോട്ടിക്സിനെ അതിന്റെ അടുത്ത് എത്തിച്ചാൽ എനിക്ക് പെട്ടെന്ന് പണി തീർക്കാമായിരുന്നു. Come on, friends, it's party time! Watch India's largest kids library only on Jio Hotstar. Download the app now.